ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു പലഹാരം ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഉള്ളിൽ നല്ലൊരു ഫില്ലിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്, പുറമേ നല്ല മുരിഞ്ഞിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പലഹാരം നിങ്ങൾക്ക് മുഴുവനായിട്ടും ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അരക്കപ്പ് മൈദയും കൂടെ ചേർത്തിട്ടുണ്ടാക്കാം. ടോട്ടലായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടിയും അരക്കപ്പ് മൈദയും. ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നെയ്യാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആദ്യം ഈ ഒരു നെയ്യ് പൊടിയായിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തുന്ന രീതിക്ക് നല്ല പോലെ തന്നെ ഒന്ന് ഞെരടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് സെമി സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ചപ്പാത്തിക്ക് തയ്യാറാക്കിയെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടല്ല, ഏകദേശം പൂരിക്കൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു കൂട്ടിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ 1.5 കപ്പ് പൊടിക്കായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെള്ളം എപ്പോഴും കുറച്ച് കുറച്ചായി മാത്രം ചേർത്ത് കൊടുക്കുക. ഇതുപോലെ കൂട്ടൊന്ന് റെഡിയായി വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം കൈയെടുക്കാതെ നല്ല പോലെ തന്നെ നീഡ് ചെയ്തെടുക്കുക. കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ട് നീഡ് ചെയ്തെടുക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നമുക്കിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പൂരിയുടെ കൂട്ട് തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കുന്ന അത്രയും സമയമാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റോളൊക്കെ റെസ്റ്റ് ചെയ്താൽ മതിയാകും. ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സവാള ആദ്യം ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. സവാള ഇതുപോലെ ചെറുതായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് വാടി വന്നതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നല്ല നമ്മളിത് വഴറ്റിയെടുക്കുന്നത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. അതുപോലെ ഉള്ളിയൊക്കെ വാടി ഒരുപാട് കുഴഞ്ഞു പോകുന്ന രീതിക്കൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ആ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്ന് ഇതുപോലെ ഉള്ളിയുടെ കളറൊന്ന് മാറി വന്നാൽ മാത്രം മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഫില്ലിംഗ് ചിക്കൻ വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ചിക്കൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിതിലേക്ക് പച്ചക്കറി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 200 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തത്. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് കഴിക്കാൻ വേണ്ടി കിട്ടുമ്പോഴാണ് രുചി ഒന്നും കൂടെ കൂടുക. ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുക്ക് ചെയ്തെടുക്കാനായാലും ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് പാകത്തിന് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിൻ്റെ കൂടെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂണാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു കളർ കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മസാലകൾ ചേർക്കുമ്പോൾ മാത്രം ഫ്ലെയിം ഏറ്റവും ലോയിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ചിക്കനിൽ നിന്നും ചെറുതായിട്ട് വെള്ളം ഇറങ്ങി വരും. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് അടച്ച് വെച്ചിട്ട് വേണമെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ അതാ ഇതിപ്പോൾ നല്ല പോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. ആ ഒരു സമയം വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ എടുത്തിട്ട് അത് പിഴിഞ്ഞിട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളൊക്കെ കാണും. ഈ ഒരു പുളിപ്പും കൂടെ വരുമ്പോൾ ഈ ഒരു ഫില്ലിങ്ങിന് നല്ലൊരു രുചിയാണ്. ഇപ്പോൾ ഈ ഒരു ഫില്ലിങ് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കണം എന്നില്ല. ചിക്കൻ വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ മുട്ട വെച്ചോ വെജിറ്റബിൾസ് വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ചിക്കനിൽ ഉപ്പ് ഇട്ടതുകൊണ്ട് പിന്നെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഫില്ലിങ് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം.
ആ ഒരു ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കുന്ന അത്രയും സമയമാണ് ഞാനിവിടെ കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. കൂട്ട് ഒന്നും കൂടെ സോഫ്റ്റായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഒരു മീഡിയം വലുപ്പത്തിൽ നിന്നും കുറച്ച് ചെറുതായിട്ടുള്ള ഏകദേശം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലുള്ള 7 ഉരുളകളാണ് നമുക്ക് കിട്ടുക. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ഉരുള എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പൊടിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. പൊടിയോ എണ്ണയോ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കുകയൊന്നുമില്ല. ഇത് പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ എഡ്ജ് ഭാഗം ഒന്ന് നേർത്ത് വരുന്ന രീതിക്ക് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നടുഭാഗം ഒരല്പം കട്ടിയായിട്ടിരിക്കണം, ആ ഒരു സൈഡ് ഭാഗം കുറച്ച് നേർത്തിരിക്കണം. ആ ഒരു രീതിക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു പൂരിയുടെ വലുപ്പത്തിലാണ് ഞാനിവിടെ പരത്തിയെടുത്തിരിക്കുന്നത്. അതുപോലെ ഒരുപാട് കനം കുറച്ച് പരത്തണ്ട, ഒരല്പം കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഞാനിവിടെ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ആ ഒരു സൈഡൊക്കെ പിടിച്ചിട്ട് നമ്മൾ സാധാരണ കുഴക്കട്ടയൊക്കെ സീൽ ചെയ്തെടുക്കാറില്ലേ, ആ ഒരു രീതിക്ക് സീൽ ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് സീൽ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് കയ്യിൽ വെച്ച് റോൾ ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പലഹാരം ഇവിടെ ഫ്രൈ ചെയ്യാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ എല്ലാം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് എണ്ണ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ മീഡിയം ചൂട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഈ ഒരു ചൂടിൽ വേണം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വൈഡ് ആയിട്ടുള്ള പാത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്ന 7 എണ്ണം ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇതുപോലെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് അനക്കാനൊന്നും നിൽക്കണ്ട. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് ഇതുപോലെ എണ്ണയുടെ മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. ആ ഒരു സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം മാത്രം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് തിരിച്ചും മറിച്ചാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഇപ്പോൾ 2 ഭാഗവും ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ തിരിച്ചും മറിച്ചാക്കിയിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ വൈഡ് ആയിട്ടുള്ള പാത്രത്തിലാണെങ്കിൽ ഒന്നിച്ച് നമുക്ക് ഒരുപാട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ ഉപയോഗിച്ചിട്ടുള്ള കച്ചോരിയാണ്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിൻ്റെ കവറിങ് ഇരിക്കുക. ഉള്ളിലത്തെ ഫില്ലിംഗ് ആയാലും നല്ല സ്പൈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടാണ് ഇരിക്കുന്നത്. ഫില്ലിംഗ് നിങ്ങൾക്ക് ചിക്കൻ വെച്ചോ മുട്ട വെച്ചോ വെജിറ്റബിൾസ് വെച്ചോ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് ഞാനിപ്പോൾ ഉരച്ച് കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.